ഹായ് ലീഡേഴ്സ്, ഹാവ് എ നൈസ് ഡേ. നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല ടീമിനെ വളർത്തിയെടുക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കാം. അതിന് പ്രധാനമായും നമ്മൾ 7 കാര്യങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കോണ്ടാക്റ്റ് ലിസ്റ്റ്. രണ്ടാമത്തേത് ഷോർട്ട് ലിസ്റ്റ്. മൂന്നാമത്തേത് ഫോളോ അപ്പ്. നാലാമത്തേത് അപ്പോയിൻമെൻറ്റ്. അഞ്ചാമത്തെ BOP. ആറാമത്തെ ടൈം പങ്ക്ച്വാലിറ്റി. ഏഴാമത്തേത് കമ്മിറ്റ്മെൻറ്റ്. ഒരു വ്യക്തി ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പരിചയമുള്ള എല്ലാ വ്യക്തികളുടെയും ഒരു കോണ്ടാക്റ്റ് ലിസ്റ്റ് ഒന്ന് ആദ്യം തയ്യാറാക്കുക. അതിനുശേഷം ആ ലിസ്റ്റിൽ വരുന്ന എല്ലാ വ്യക്തികളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായി ചുരുക്കി അവരോട് സംസാരിക്കുക. 24 മണിക്കൂറിനുള്ളിൽ അവരിൽ നിന്നും ഒരു മറുപടി നിങ്ങൾ തീർച്ചയായും വാങ്ങിയിരിക്കണം. 24 മണിക്കൂറിന് ഉള്ളിൽ നിങ്ങൾക്ക് ഒരു മറുപടി തരാത്ത വ്യക്തിയെ നിങ്ങളുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി ഓരോ ദിവസവും പുതിയ വ്യക്തികളെ നിങ്ങൾ ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യുന്ന വ്യക്തികളുടെ ഫോൺ നമ്പറും എല്ലാ ബയോഡാറ്റയും എഴുതി വെച്ചുകൊണ്ട് നിങ്ങളൊരു ഷോർട്ട് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊരു വ്യക്തിയെയും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അപ്പോയിൻമെൻറ്റ് നിർബന്ധമായും വാങ്ങിയിരിക്കണം. കാരണം നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ തയ്യാറാവേണ്ടിയിരുന്ന ഒരു വ്യക്തി അതുകൊണ്ട് മാത്രം ഈ ഒരു അവസരത്തെ ഉൾക്കൊള്ളാതെ പോകും. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വളരെ വലിയ ഒരു ബിസിനസ് അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അത് എല്ലാവരും വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് BOP, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ. വളരെ ചുരുക്കി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒരു വ്യക്തിയോട് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുക. BOP അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി 90% ആളുകളും ഒരു ഡിഫൻഡ് മൈൻഡ് സെറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമ്മളെ അവർക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാമോ ആ ഒരു മൈൻഡ് സെറ്റിനെയാണ് ഡിഫൻഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും തർക്കിക്കാൻ ടെൻഡൻസി കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നമ്മുടെ ഉദ്ദേശം ഒരിക്കലും അദ്ദേഹത്തെ തർക്കിച്ച് തോൽപ്പിക്കുക അല്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുക, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക. നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്കറിയില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് നമ്മുടെ അപ്ലയൻസിനോട് നമുക്ക് സംസാരിച്ച് ക്ലിയർ വരുത്താം എന്ന രീതിയിൽ അദ്ദേഹത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ BOP പ്രസൻറ്റ് ചെയ്യുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പങ്ക്ച്വാലിറ്റി, ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾ കൃത്യമായും ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് നിങ്ങൾ അദ്ദേഹത്തെ കാണുക. അതുപോലെ നമ്മൾ എത്ര മണിക്കാണ് അവരെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് എങ്കിലും നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ടൈം പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ എല്ലാത്തിനുമുപരി ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിനോട്
നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ മരണത്തോടു കൂടി മാത്രം അവസാനിക്കുന്നതായിരിക്കണം. വ്യക്തിപരമായി നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ 100% കമ്മിറ്റ്മെൻറ്റ് പുലർത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ടീമിനെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാനും വളർത്താനും ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, സർവോപരി നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിനെ വളരെ നല്ല രീതിയിൽ പഠിക്കുക, വളരെ ആത്മവിശ്വാസത്തോടെ 100% വിശ്വാസത്തോടെ നമ്മളെപ്പോഴും കൊണ്ടു നടക്കുക. പ്രിയപ്പെട്ടവരെ, ഈയൊരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട പാർട്ട്ണർ മിസ്റ്റർ മനീഷ് സാർ കണ്ണൂർ കൂടി നമ്മുടെ ടീമിന് വേണ്ടി ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായും അവഗണിക്കാം. അങ്ങനെ അല്ലാത്ത ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ കൃത്യമായും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടീമിന് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളുടെ ടീം വിജയിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളും വിജയിക്കും. അങ്ങനെ നമുക്കെല്ലാവർക്കും ചേർന്ന് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 പ്രൊജക്റ്റായ പേൾവെയിൻ ഇൻ്റർനാഷണൽ PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം വിജയിപ്പിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ആരാണ് അയച്ചു തരുന്നത്, അദ്ദേഹത്തെ നിങ്ങൾ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു പാർട്ട്നേഴ്സ്. ജയ് പേൾവെയിൻ, പേൾവെയിൻ വിൽ നെവർ എൻഡ്. ഞാൻ ഷാജി, കണ്ണൂർ. താങ്ക് യു.